നടനും രാഷ്ട്രീയ നേതാവുമായ സി ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിന്റെ ആദ്യ 100 ദിവസം പിന്നിടുമ്പോൾ അദ്ദേഹത്തിന്റെ തമിഴക വെற்றிക്കഴകം ദേശീയ രാഷ്ട്രീയത്തിലേക്കും ശ്രദ്ധ തിരിക്കുകയാണ്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിയെ ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഇതിനോടകം സജീവമായിട്ടുണ്ട്. പരിശോധിക്കാം വിശദമായി. ഞാൻ ഗ്രീഷ്മ. തമിഴ്നാട്ടിലെ ഭരണ നേട്ടങ്ങൾ ദേശീയ തലത്തിൽ രാഷ്ട്രീയ വിശ്വസ്തതയായി മാറ്റാൻ കഴിയുമോ എന്നതാണ് വിജയ് നേരിടാൻ പോകുന്ന പ്രധാന പരീക്ഷണം. തമിഴ്നാട് നിയമസഭയിലെ നടപടികൾക്കിടെ മന്ത്രി ശരത് കുമാർ വിജയിയെ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയായി വിശേഷിപ്പിച്ചതോടെയാണ് ഈ ചർച്ചകൾക്ക് കൂടുതൽ ശക്തി ലഭിച്ചത്. വിജയിയുടെ ഭരണശൈലിയുടെയും ജനങ്ങളുമായുള്ള ബന്ധത്തെയും പ്രശംസിച്ച അദ്ദേഹം രാജ്യത്തെ അടുത്ത പ്രധാനമന്ത്രിയായി ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന നേതാവാണ് വിജയ് എന്ന അഭിപ്രായവും മുന്നോട്ട് വെച്ചു. ഇതിനു പിന്നാലെ പൊതുമരാമത്ത് മന്ത്രി ആദവ് അർജുനെയും ഇന്ത്യക്ക് ഭാവിയിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി വേണമെന്നും ആ നേതാവ് തമിഴ്നാട്ടിൽ നിന്നാകണമെന്നും അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ രാഷ്ട്രീയ അധികാര വിതരണം, ജനസംഖ്യാ അനുപാതം, നിർദ്ദിഷ്ട മണ്ഡല പുനർനിർണയം എന്നിവയെ ചൊല്ലിയുള്ള ചർച്ചകൾ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഈ പരാമർശങ്ങൾ ശ്രദ്ധ നേടുന്നത്. ജനസംഖ്യാ നിയന്ത്രണത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഭാവിയിൽ ലോക്സഭയിലെ പ്രാതിനിധ്യത്തിൽ തിരിച്ചടി നേരിടാൻ സാധ്യതയുണ്ടെന്ന ആശങ്ക തമിഴ്നാട്ടിലെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിൽ ശക്തമായ ഭരണ സംവിധാനം കെട്ടിപ്പടുക്കുകയും തെരഞ്ഞെടുപ്പ് വിജയത്തെ ദീർഘകാല രാഷ്ട്രീയ പിന്തുണയായി മാറ്റുകയും ചെയ്യുന്നതാണ് വിജയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അധികാരത്തിലെത്തിയ ആദ്യ 100 ദിവസങ്ങളിൽ സ്ത്രീ സുരക്ഷ, വിദ്യാഭ്യാസം, കർഷകക്ഷേമം, യുവജന തൊഴിൽ, ഭവനം, വൈദ്യുതി, കുറ്റകൃത്യ നിയന്ത്രണം തുടങ്ങിയ മേഖലകളിൽ നിരവധി പദ്ധതികൾക്ക് സർക്കാർ തുടക്കം കുറിച്ചതായാണ് അവകാശപ്പെടുന്നത്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും കുറ്റകൃത്യങ്ങളും തടയുന്നതിന്റെ ഭാഗമായി 2545 അംഗങ്ങളുള്ള സിംഗപ്പൻ പ്രത്യേക ദൗത്യസേന രൂപീകരിച്ചു. സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം കുറ്റകൃത്യങ്ങൾ വേഗത്തിൽ കണ്ടെത്താനും പ്രതികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനും പ്രത്യേക സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. മാതൃശിശുക്ഷേമ മേഖലയിലും സർക്കാർ വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചു. സർക്കാർ ആശുപത്രികളിൽ പ്രസവിക്കുന്ന അമ്മമാരുടെ നവജാത ശിശുക്കൾക്ക് 1 ഗ്രാം സ്വർണ്ണമോതിരം നൽകുന്ന തായ്മാമൻ തങ്കമോതിരം പദ്ധതിക്കായി 560 കോടി രൂപ വകയിരുത്തി. അർഹരായ വിവാഹിതരാകാൻ പോകുന്ന യുവതികൾക്ക് 8 ഗ്രാം സ്വർണ്ണ നാണയവും പട്ടുസാരിയും നൽകുന്ന അണ്ണൻസ് സീർ പദ്ധതിക്കായി 812 കോടി രൂപയും നീക്കിവെച്ചു. വിവാഹ ചെലവിന്റെ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിനും താഴ്ന്ന വരുമാന വിഭാഗങ്ങളിലെ കുടുംബങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനുമാണ് ഇത്തരം പദ്ധതികൾ ലക്ഷ്യമിടുന്നത്. വിദ്യാഭ്യാസ മേഖലയിലും ശ്രദ്ധേയമായ ഇടപെടലുകൾ പ്രഖ്യാപിച്ചു. കാമരാജർ പ്രഭാത ഭക്ഷണ പദ്ധതി 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള 1.51 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കി. കൂടുതൽ വിദ്യാർത്ഥികളുടെ പോഷകാഹാരവും പഠനത്തിലെ ശ്രദ്ധയും മെച്ചപ്പെടുത്തുന്നതിനൊപ്പം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൂടുതൽ സുഗമമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കോളേജ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ നൽകുന്നതിനായി 2000 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചതും ശ്രദ്ധേയമാണ്. സർക്കാർ സഹായം ലഭിക്കുന്ന സ്കൂളുകളിലെ 11ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ, ഹെൽമറ്റ്, കുടിവെള്ളക്കുപ്പി എന്നിവ നൽകാനും തീരുമാനിച്ചു. ഭവന രംഗത്ത് വെട്രി ഭവന പദ്ധതിക്കായി 3500 കോടി രൂപ വകയിരുത്തി. കർഷകർക്കും സർക്കാർ പ്രത്യേക പരിഗണന നൽകിയതായി അവകാശപ്പെടുന്നു. 14.44 ലക്ഷത്തിലധികം കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്ന തരത്തിൽ 6000 കോടി രൂപയുടെ വിള വായ്പ എഴുതിത്തള്ളുകയും കരിമ്പിനും നെല്ലിനുമുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. യുവജനങ്ങൾക്ക് തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനായി വെട്രി നൈപുണ്യ പരിശീലന പദ്ധതിയിലൂടെ 12 ലക്ഷം വിദ്യാർത്ഥികൾക്കും 1 ലക്ഷം യുവാക്കൾക്കും പരിശീലനം നൽകിയതായി സർക്കാർ അറിയിച്ചു. 500 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് 2 മാസത്തിൽ ഒരിക്കൽ 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി നൽകുമെന്നും പ്രഖ്യാപിച്ചു. കുടുംബങ്ങളുടെ പ്രതിമാസ ചെലവ് കുറയ്ക്കുന്നതിനും ഉയർന്നുവരുന്ന വൈദ്യുതി നിരക്കിന്റെ സാമ്പത്തിക ബാധ്യത ലഘൂകരിക്കുന്നതിനുമാണ് ഈ നടപടിയെന്നാണ് സർക്കാരിന്റെ നിലപാട്. മയക്കുമരുന്ന് വ്യാപാരവും സംഘടിത കുറ്റകൃത്യങ്ങളും തടയുന്നതിനായി സ്ട്രിംഗ് എന്ന പേരിൽ 65 പ്രത്യേക ദൗത്യസേനകൾ രൂപീകരിച്ചതും ആദ്യ 100 ദിവസങ്ങളിലെ പ്രധാന നടപടികളിലൊന്നാണ്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് തമിഴ്നാടിന് പുറത്തേക്കും രാഷ്ട്രീയ സ്വാധീനം വികസിപ്പിക്കാനുള്ള ശ്രമമാണ് ടിവികെയുടെ മുന്നിലുള്ള അടുത്ത ഘട്ടം. ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിന് ദേശീയ തലത്തിൽ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന സാഹചര്യത്തിൽ വിജയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ കൂട്ടായ്മ ഉയർന്നുവരുമോ എന്നതും രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്ന കാര്യമാണ്. തമിഴ്നാട്ടിലെ ഭരണപരമായ പ്രകടനം ദേശീയ രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിന്റെ സാധ്യതകൾക്ക് അടിത്തറയാകുമോ എന്നതായിരിക്കും ഇനി പ്രധാന ചോദ്യം.